ഇന്ത്യയിലെ 62 ജില്ലകൾ ഹോട്ട്സ്പോട്ട് ജില്ലകളായി പ്രഖ്യാപിച്ചപ്പോൾ കേരളത്തിൽ അത് 7 ജില്ലകൾ വന്നു. അതിലൊരു ജില്ല നമ്മുടെ മലപ്പുറം ജില്ലയാണ്. നമ്മുടെ രാജ്യത്തുടനീളം കഴിഞ്ഞ 10 ദിവസക്കാലമായിട്ട് നമ്മൾ നടപ്പാക്കിയിരുന്ന ലോക്ഡൌൺ 1% ആളുകൾ മാത്രമാണ് ഇതിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നത്. അവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ പോലീസ് സ്വീകരിച്ചു വരുന്നുണ്ട്. എങ്കിലും ചില കുട്ടികൾ രക്ഷിതാക്കൾ പറഞ്ഞാൽ കേൾക്കാതെ അല്ലാത്ത രീതിയിൽ അതിനൊക്കെ നിയമം ധിക്കരിക്കുന്നത് ഒരു ഫാഷനായി എടുക്കും. യുവതലമുറ ന്യൂജൻ എന്ന് പറയുന്ന തലമുറ ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അവരെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഡ്രോൺ സംവിധാനം അടക്കമുള്ള എല്ലാ സംവിധാനവും നമ്മൾ ഈ ജില്ലയിലും ഒരുക്കിയിട്ടുള്ളത്. ഈ കഴിഞ്ഞ മാർച്ച് 1 മുതൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിദേശ മലയാളികൾ വന്നിട്ടുള്ള ഒരു ജില്ലയാണ്. ഏകദേശം 22,000-ലധികം വിദേശ മലയാളികളാണ് മലപ്പുറം ജില്ലയിൽ മാത്രം വന്നിട്ടുള്ളത്. ഇപ്പൊ നമ്മുടെ കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആരോഗ്യ പ്രവർത്തനങ്ങൾ പറയാൻ പറ്റില്ല. ഇവിടത്തെ പോലത്തെ അവസ്ഥയൊന്നും ആവരുത് എന്ന് വിചാരിച്ചിട്ടാണ് അവർ ഇത്രയും മുൻകരുതലുകൾ എടുക്കുന്നത്. ദയവ് ചെയ്ത് അതെല്ലാവരും ഫോളോ ചെയ്യും. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഉൾപ്രദേശങ്ങളിലുള്ള ആളുകൾ പോലീസ് ടൗണിലാണെന്ന് ഉള്ള ഒരു തോന്നൽ അവർക്ക് ഉണ്ടെങ്കിൽ അത് വെറും തെറ്റായ ധാരണ മാത്രമാണ്. ഏറ്റവും ഉള്ളിൽ പോയിട്ട് പോലും പോലീസ് ഈ കാര്യം ചെക്ക് ചെയ്യുന്നുണ്ട്. കോവിഡിനെ നേരിടേണ്ടത് സർക്കാരിന്റെ മാത്രം ഉത്തരവാദിത്തമല്ല. നമ്മൾ ഓരോരുത്തരും അത് നമ്മുടെ ഉത്തരവാദിത്തമായിട്ടെടുക്കണം. നമസ്കാരം, ഞാൻ ശ്രീപ്രഭ, മലപ്പുറംകാരിയാണ്. ചൈനയിൽ മെഡിസിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ചൈനയിൽ തന്നെയാണ്. കഴിഞ്ഞ 2-3 മാസങ്ങളായിട്ട് ഈ രാജ്യം നേരിട്ട പ്രതിസന്ധി കണ്ടറിഞ്ഞ ഒരാളാണ് ഞാൻ. ഈ സ്ഥിതി നമ്മളെ നാട്ടിലുണ്ടാവാതിരിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ കുറച്ച് കാര്യങ്ങളുള്ളൂ. അതിൽ മെയിൻ ആയിട്ടുള്ള കാര്യമാണ് സോഷ്യൽ ഡിസ്റ്റൻസിങ്. പുറത്ത് ഇറങ്ങാതെ ഇരിക്കുക, ആൾക്കൂട്ടങ്ങൾ ഒഴിവാക്കുക, നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അവനാൻ്റെ വീടിൻ്റെ ഉള്ളിൽ ഇരിക്കുക. കൊറോണ രോഗം പടരുന്നതിന് സാധ്യതയുള്ളതിനാൽ ആരാധനാലയങ്ങളിൽ ആളുകൾ കൂടി നിന്നുള്ള പ്രാർത്ഥനകൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ടതാണ്. വെറുതെയുള്ള ഓരോ ആളുടെയും ഇറക്കം തനിക്കും തന്റെ കുടുംബത്തിനും തന്റെ നാടിനും തന്റെ രാജ്യത്തിനും ഈ ലോകത്തിന് തന്നെ ഒരു മഹാവിപത്താണ് പരത്താൻ ഇടയാക്കുക എന്നുള്ള കാര്യം നാം ഓരോരുത്തരും ഓർമ്മിക്കുക തന്നെ വേണം. നിയന്ത്രണങ്ങൾ നമ്മൾക്ക് വേണ്ടിയുള്ളതാണ്. ഞങ്ങളോട് സഹകരിക്കും. നിങ്ങളിപ്പോൾ പുറത്തിറങ്ങിയത് അത്യാവശ്യത്തിനാണോ? ചിന്തിക്കുക. വെറുതെ ചുറ്റിക്കറങ്ങുന്നത് നാടിനാപത്ത്. ഇവിടെ മരിച്ചു പോകുന്നവരുടെ ഡെഡ് ബോഡി സംസ്കാരം ചെയ്യാൻ സ്ഥലവും ഇല്ല. ഒരു മനുഷ്യൻ മതി ഈ പ്രതിരോധത്തെ തകിടം മറിക്കാൻ. ആ മനുഷ്യൻ ഞാനാകില്ല എന്ന് ഓരോരുത്തരും ഉറപ്പിക്കണം. സ്വയം താല്പര്യത്തോടു കൂടി ഓരോരുത്തരും ഉത്തരവാദിത്തത്തോടു കൂടി പ്രവർത്തിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഇത് ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. ഞങ്ങൾ നിങ്ങൾക്കൊപ്പമുണ്ട്. ഭയമല്ല, കരുതലാണ് വേണ്ടത്. കൊറോണ എന്ന മഹാമാരിയെ തുരത്താനായി നിങ്ങൾക്കായി ഞങ്ങൾ റോഡിലുണ്ട്. നിങ്ങൾ അകത്തിരുന്നു കൊണ്ട് നമുക്ക് ഒറ്റക്കെട്ടായി നേരിടാം ഈ മഹാമാരിയെ.